മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മുഖമാണ് വിസ്മയയുടേത്. ഇപ്പോൾ വിസ്മയയുടെ കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന പ്രതി കിരൺകുമാറിന്റെ ഹർജി അംഗീകരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ഹൈക്കോടതി അപ്പീലിൽ തീരുമാനമെടുക്കുന്നത് വരെയാണ് ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കിരൺകുമാറിന് ജാമ്യം ലഭിക്കും. കിരൺകുമാറിനായി അഭിഭാഷകൻ ദീപക് പ്രകാശാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. 10 വർഷം തടവ് ശിക്ഷ വിധിച്ച വിചാരണ കോടതി വിധിക്കെതിരെയാണ് പ്രതി കിരൺ സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രതി കിരൺ ഇതേ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇതുവരെ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. വിസ്മയയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവില്ല എന്നാണ് പ്രതിയുടെ വാദം. നിലവിൽ കിരൺ പരോളിലാണ്. ശിക്ഷാ കാലയളവിന്റെ 1/3 പൂർത്തിയായി കഴിഞ്ഞാൽ തടവുകാരന് സാധാരണ പരോളിന് അർഹതയുണ്ട്. ഈ ഒരു അവസരമാണ് കിരൺകുമാറിന് ലഭിച്ചത്. പോലീസ് റിപ്പോർട്ടിന് എതിരായ സംഭവങ്ങളിൽ ജയിൽ മേധാവി നിരവധി പരോളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം അനുവദിച്ചു എന്ന വിവാദം കിരൺകുമാറിന്റെ പരോളുമായി ഉയർന്നു വന്നിരുന്നു. ഏറെ കോളിളക്കം ഉണ്ടാക്കിയ കേസുകളിലെ പ്രതികൾക്ക് 30 ദിവസത്തെ പരോളാണ് അന്ന് നൽകിയത്. കിരൺകുമാറിന്റെ പോലീസ് റിപ്പോർട്ട് അവഗണിച്ചാണ് പരോൾ നൽകിയതെന്ന് സർക്കാരിന് പരാതി വന്നിരുന്നു. ഭർതൃപീഡനത്തെ തുടർന്നാണ് വിസ്മയ 2021 ജൂണിൽ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഭർത്താവിന്റെ പീഡനം കാരണമാണ് വിസ്മയ ആത്മഹത്യ ചെയ്തതെന്ന് തുടക്കം മുതൽ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഓഡിയോ സന്ദേശങ്ങളും ഫോട്ടോകളും അന്നും മാധ്യമങ്ങളിൽ വന്നിരുന്നു. തുടർന്നാണ് പോലീസ് കേസെടുത്തത്. അന്ന് നൽകിയത് 100 പവൻ സ്വർണവും 1.25 ഏക്കർ ഭൂമിയും ഒപ്പം 10 ലക്ഷം രൂപ വരുന്ന കാറുമാണ് വിസ്മയയുടെ വീട്ടുകാർ കിരണിന് സ്ത്രീധനമായി നൽകിയത്. വിസ്മയെ കിരൺ വിവാഹം ചെയ്ത് നൽകിയതിനു ശേഷം ഉപദ്രവങ്ങൾ കൂടി വന്നു. കിരണിന്റെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് അങ്ങനെയാണ്. സ്ത്രീധനവുമായി നൽകിയ കാറിന്റെ പേരിലാണ് പീഡനം തുടങ്ങിയതെന്നും കുടുംബാംഗങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. തനിക്ക് ഇഷ്ടപ്പെടാത്ത കാറാണ് വിസ്മയുടെ വീട്ടുകാർ നൽകിയതെന്ന് കുറ്റപ്പെടുത്തിയുള്ള ഫോൺ സംഭാഷണം അടക്കം അന്ന് പുറത്തു വന്നിരുന്നു. ഹോണ്ട സിറ്റി കാറാണ് തനിക്ക് വേണ്ടതെന്നായിരുന്നു കിരണിന്റെ ആവശ്യം. വാങ്ങി നൽകിയ കാറിന് 10 ലക്ഷം രൂപ മൂല്യമില്ലെന്ന് പറഞ്ഞായിരുന്നു കിരണിന്റെ പീഡനം. ഇക്കാര്യം പറഞ്ഞ് കിരൺ വിസ്മയയുടെ സഹോദരൻ വിജിത്തിനെയും മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ ഘട്ടം മുതൽ തുടങ്ങിയ മർദ്ദനത്തെക്കുറിച്ചുള്ള വിവരം ആദ്യം വിസ്മയ വീട്ടുകാരിൽ നിന്നും മറച്ചുവെച്ചിരുന്നു. പിന്നീട് ധൃതികെട്ടാണ് വീട്ടിൽ കാര്യങ്ങൾ അറിയിച്ചത്. കിരണിന്റെ വീട്ടിൽ നിർത്തിയാൽ തന്നെ ഇനി കാണില്ലെന്നായിരുന്നു വിസ്മയയുടെ ശബ്ദരേഖ. അതും അന്ന് മാധ്യമങ്ങളിൽ വന്നതാണ്. പീഡനം സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിലേക്ക് പോയ വിസ്മയയെ കോളേജിൽ നിന്നും വീണ്ടും കിരൺ കൂട്ടിക്കൊണ്ടുപോയി. ശേഷമായിരുന്നു വിസ്മയയുടെ ആത്മഹത്യ. നിയമത്തിനു മുന്നിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ ഒരാൾ രക്ഷപ്പെടും. വിസ്മയയുടെ കേസ് പുറത്തു വന്നപ്പോൾ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ജോലിയും സമ്പാദ്യവും എന്നുള്ള കാര്യങ്ങളിലെ ചിന്താഗതി തന്നെ മാറിയത് വിസ്മയയുടെ ഒരു വാർത്ത കൊണ്ടാണ്. വിസ്മയയുടെ ജീവിതം കൊണ്ടാണ്. സത്യത്തിൽ ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർ കിരണിനെ പോലെ പെരുമാറാതിരിക്കുക. ഒരു മകളുള്ള അച്ഛനോ അമ്മയോ നിങ്ങൾക്ക് വേദനിപ്പിക്കാനുള്ള ഒരു വസ്തുവിനെയല്ല തരുന്നത്. നിങ്ങളുടെ ആഡംബര ജീവിതം ജീവിക്കാനുള്ള ഒരു മുതലല്ല അത്. വിവാഹത്തിന് ശേഷം പെൺകുട്ടിയെയോ കുടുംബത്തെയോ ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ ആർക്കും ലൈസൻസ് ഇല്ല. ഇനി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കുക. സ്വന്തം ജീവിതം മെനഞ്ഞെടുക്കാൻ കഴിയുക നിങ്ങൾക്ക് മാത്രമാണ്. പ്രതികരിക്കുകയാണ് ഇതിനുള്ള ഫലം. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ വിവാഹത്തിനോട് ഇഷ്ടം കാണിക്കാത്തതിൻ്റെ പ്രധാന കാരണവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇതിനൊരു മാറ്റവും ഇന്നും സംഭവിച്ചിട്ടില്ല. 21-ാം നൂറ്റാണ്ടിലും ഇത് ആവർത്തിക്കുന്നു എന്നതാണ് വിചിത്രം.